നമസ്കാരം. ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യു.പി എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു കോട്ടയാണ്. നമുക്കറിയാം, ഇന്ത്യ പിടിക്കണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല രാഷ്ട്രീയ വിദഗ്ധരും പറയാറുള്ളത് യു.പി പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്നുള്ള തരത്തിലാണ്. അതേ യു.പിയിൽ ഇത്തരത്തിൽ ഇലക്ഷൻ 2027 ഇലക്ഷൻ വരാൻ പോകുന്നത്, തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. പക്ഷേ അതിന് ഒരുപടി മുമ്പേ കയറെറിഞ്ഞിരിക്കുകയാണ് SP സമാജ്വാദി പാർട്ടി. ഏറ്റവും പുതിയ വാർത്ത വരുന്നത് അയോധ്യയിൽ നമുക്കറിയാം ഫൈസാബാദ് അടക്കമുള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SP-ക്കായിരുന്നു സീറ്റ് കിട്ടിയത്. അയോധ്യ വെച്ച മണ്ഡലം പോലും SP പിടിച്ച് കീഴടക്കി. അതിന് മുമ്പ് അത് ഒരുപാട് മുമ്പ് അത് CPI-യുടെ കോട്ടയായിരുന്നു. പിന്നീട് അത് BJP-യിലോട്ട് വരുന്നു. വീണ്ടും അത് SP പിടിച്ച് കീഴടക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് അയോധ്യ, ഈ പറഞ്ഞ പോലെ അയോധ്യ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത് SP-ആണ്. SP-യുടെ ഈ പറഞ്ഞ പോലെ മുൻ MLA പവൻ പാണ്ഡെ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ BJP അല്ല, സമാജ്വാദി പാർട്ടി ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. നമുക്കറിയാം UP പ്രത്യേകിച്ച് അഖിലേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയൊരു പാർട്ടിയാണ് അഖിലേഷ് യാദവ്. എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ പാർട്ടി ആയിരിക്കും. ഏകദേശം 99 സീറ്റുമായി 100 സീറ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സാണ് ഏറ്റവും വലിയ പാർട്ടി. അത് കഴിഞ്ഞാൽ പിന്നീട് DMK-യുടെ കാര്യം പിന്നീട് DMK ഇപ്പോൾ ഏത് മുന്നണിയുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അതാർക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ഇന്ത്യ മുന്നണിയിൽ നിന്നും മാറി എന്നുള്ള തരത്തിൽ ലോക്സഭയിലോട്ട് കത്തെഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ പറഞ്ഞ പോലെ തൃണമൂൽ കോൺഗ്രസ് ആണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പല MP-മാർ 20ഓളം MP-മാർ ഈ പറഞ്ഞ പോലെ BJP-യിലോട്ട് പോകുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടി അല്ലെങ്കിൽ ഏറ്റവും വലിയ കൂട്ടാളി ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിൻ്റെ ഉറ്റ സുഹൃത്ത് എന്ന് പറയുന്നത് അത് SP സമാജ്വാദി പാർട്ടി അഥവാ അഖിലേഷ് യാദവാണ്. അവിടെയും BJP ഇത്തരത്തിലുള്ള പിളർപ്പിലോട്ട് ശ്രമിച്ചു എന്നുണ്ടെങ്കിലും അത് BJP-ക്ക് നടന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏകദേശം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് കിട്ടിയത് ഏകദേശം 258 സീറ്റുകളാണ്. മൊത്തം അവിടെ 403ഓളം സീറ്റുകളാണ് ഈ പറഞ്ഞ പോലെ ഉത്തർപ്രദേശിൽ മൊത്തം മത്സരത്തിന് നിയോജക മണ്ഡലങ്ങളുള്ളത്. അതിൽ ഈ പറഞ്ഞ പോലെ 258ഓളം സീറ്റുകളിലാണ് BJP ജയിച്ചിട്ടുണ്ടായിരുന്നത്. 101ഓളം സീറ്റുകളുമായി ബന്ധപ്പെട്ട് സമാജ്വാദി SP സമാജ്വാദി പാർട്ടി രംഗത്ത് വരുന്നു. പിന്നീട് 13 സീറ്റുമായി ബന്ധപ്പെട്ട് അപ്നാദൾ പാർട്ടിയും, പിന്നീട് രാഷ്ട്രീയ ലോക്ദൾ 9 സീറ്റ്, SBSP എന്ന് പറയുന്ന പാർട്ടി 6 സീറ്റ്, പിന്നെ അങ്ങനെ പലതരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2, JDL 2, ബഹുജൻ സമാജ്വാദി പാർട്ടി ഒരു കാലഘട്ടത്ത് UP-യെ ഭരിച്ചിരുന്ന ബഹുജൻ സമാജ്വാദി പാർട്ടി, ആ പാർട്ടിയെ ഇപ്പോൾ ഇല്ലാണ്ടായിരിക്കുന്നു. പല ആക്ഷേപം അതിനെതിരെയുണ്ട്. BJP-യുടെ B ടീമായി വർക്ക് ചെയ്യുന്നു എന്നുള്ള തരത്തിലെല്ലാം ആക്ഷേപം. എന്നിരുന്നാൽ പോലും ആ പാർട്ടിയും ഇല്ലാണ്ടായി എന്നുള്ളതാണ്. ഇനി ലോക്സഭയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് 2026 ലോക്സഭയിൽ ഈ പറഞ്ഞ പോലെ മൊത്തം 80 സീറ്റുകളോളം ഉള്ള ഉത്തർപ്രദേശിൽ 33 സീറ്റ് കിട്ടിയത് BJP-ക്കാണ്. 37 സീറ്റ് കിട്ടിയത് ഈ പറഞ്ഞ പോലെ SP സമാജ്വാദി പാർട്ടിക്കാണ്. 6ഓളം സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും, രാഷ്ട്രീയ ലോക്ദളിന് 2 സീറ്റ്, അപ്നാദളിന് 1 സീറ്റ്, ആസാദ് സമാജ്വാദി പാർട്ടിക്ക് 1 സീറ്റ്. ഇത്തരത്തിലായിരുന്നു. ഇപ്പോൾ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 43ഓളം സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും 36-37 സീറ്റോളം ഈ പറഞ്ഞ പോലെ NDA-ക്കുമാണ് UP-യിൽ കിട്ടിയിരുന്നത്. അപ്പോൾ തന്നെ UP-യുടെ കാറ്റ് മാറി വീശുന്നത് എല്ലാവരും കണ്ടതായിരുന്നു. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല UP ഇത്തരത്തിൽ മാറും എന്നുള്ളത്. പക്ഷേ അയോധ്യ വരെ വന്നിട്ട് പോലും UP-യെ കീഴടക്കാൻ പറ്റിയില്ല. നമുക്കറിയാം അയോധ്യ പോലും വന്നത് UP-യിലാണ്. എന്തിനാണ് അയോധ്യ വന്ന ഈ പറഞ്ഞ പോലെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി പോലും കിട്ടിയത് ഈ പറഞ്ഞ പോലെ SP-ക്കായിരുന്നു. അപ്പം അയോധ്യയൊന്നും അവിടെ ഏശുന്നില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഇപ്പം അതിനിടയിലാണ് അയോധ്യ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അഖിലേഷ് യാദവ് രംഗത്ത് വരുന്നത്. അയോധ്യയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രചരണം നടത്തുന്നു. 2027 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, UP-യിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകാൻ പോകുന്നത് എന്നുള്ളത് അയോധ്യ തന്നെയാണ് എന്നുള്ളത് അഖിലേഷ് യാദവ് ഈ ഒരൊറ്റ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ അടിവര ഇടുകയാണ്. മാത്രമല്ല ഇത് UP എന്ന് പറയുന്നത് SP-യെ മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാലികേറാമലയാണ്. നമുക്കറിയാം പ്രശാന്ത് കിഷോർ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് UP-യിലാണ്. അന്ന് UP-യുടെ നേതൃത്വം നോക്കിയിരുന്നത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നു. അഖിലേഷ് യാദവിന് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൊടുക്കുന്നു. പക്ഷേ പലപ്പോഴും അഖിലേഷ് യാദവ് പറഞ്ഞ കാൻഡിഡേറ്റ്സിനല്ലായിരുന്നു കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥികളാക്കിയത്. അതിൻ്റെ പേരിൽ പലപ്പോഴും പല പ്രശ്നങ്ങൾ വരുന്നു. എന്തായാലും തോൽവി അതിദയനീയമായിരിക്കുന്നു. അത്തരത്തിൽ പിന്നീട് അഖിലേഷ് യാദവ് കോൺഗ്രസിനെ ഏറ്റെടുക്കില്ല എന്നുള്ള തരത്തിലോട്ട് വരെയായിരുന്നു.
അപ്പം പിന്നീട് അഖിലേഷ് യാദവ് ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൺസൾട്ടൻറ്റ് വിട്ട് കോൺഗ്രസിലോട്ട് ചേക്കേറും എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വരുന്നു. പിന്നീട് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം ഇത്തരത്തിലുള്ള ചർച്ചകളില്ല എന്നുള്ള തരത്തിലോട്ടും കാര്യങ്ങൾ പോകുന്നു. എന്തായിരുന്നാൽ പോലും UP എന്ന് പറയുന്നത് ഇന്ത്യയിലെ പല രാഷ്ട്രീയക്കാരും പറയുന്നത് പോലെ ഒരിക്കൽ കൂടി കടമെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ UP പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്നുള്ളതാണ്. കാരണം ഇത്രയും ഏകദേശം 403ഓളം MLA വരുന്ന ഒരു നിയമസഭ സ്റ്റേറ്റാണ് UP എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ UP എന്ത് വില കൊടുത്തും പിടിക്കുക എന്നുള്ളത് SPയെ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ലോക്സഭയിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ കാണുന്നു. ഇത്തരത്തിൽ അയോധ്യയിലെ പ്രശ്നങ്ങൾ, അതേപോലത്തെ ഒരു സമാന്തര ഡ്രാമ ഈ പറഞ്ഞ പോലെ ലോക്സഭയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതിനെതിരെ പലതരത്തിലുള്ള കേസുകൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കൃത്യമായി കാര്യങ്ങൾ എന്താവണമല്ലോ അടുത്ത നിയമസഭാ ചർച്ചയിൽ UPയിൽ വേണ്ടത് എന്നുള്ള കാര്യത്തിന് ഓൾറെഡി SPക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇതുകൂടാതെ യുവാക്കളുടെ പ്രശ്നം കൂടി എടുത്തു കഴിഞ്ഞാൽ നിലവിൽ എനിക്ക് തോന്നുന്നു SP എടുക്കുന്നത് അയോധ്യ മാത്രമാണ്. അത് എത്രത്തോളം അവിടെ വർക്കാവുമെന്ന് അറിയില്ല. കാരണം അയോധ്യ എന്ന് പറയുന്ന സാധനം ഒരു ഈ പറഞ്ഞ പോലെ അമ്പലം ഉണ്ടാക്കിയിട്ട് പോലും BJPക്ക് അതിൻ്റെ നേട്ടം കൊയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. അപ്പോൾ വീണ്ടും അതേ അയോധ്യയിൽ നടന്ന കള്ളത്തരങ്ങൾ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിങ് ആയി എടുത്താൽ എത്രമാത്രം അത് എഫക്റ്റീവ് ആവും എന്നുള്ളത് ചർച്ചാ വിഷയമാണ്. അപ്പം പ്രത്യേകിച്ച് യുവാക്കൾ നേരിടുന്ന, ഇപ്പം നമ്മൾ കണ്ടതാണ് ജാതി മതഭേദ എല്ലാത്തിനും അതീതമായി യുവാക്കളുടെ പ്രശ്നം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തൊക്കെ വന്നു കഴിഞ്ഞപ്പം അവിടെ ജാതികൾക്ക് അതീതമായി മതത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ച് കൂടുന്ന പ്രക്രിയയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എനിക്കൊന്ന് അഖിലേഷ് യാദവ് ഈ അയോധ്യയുടെ കൂടെ തന്നെ അല്ലെങ്കിൽ അത്രത്തോളം തന്നെ പ്രാതിനിധ്യം കൊടുക്കേണ്ട മറ്റൊരു സ്ട്രാറ്റജി കൂടിയാണ് യുവാക്കളുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി അല്ലെങ്കിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കൂടി മുമ്പോട്ട് വെച്ചാൽ അഖിലേഷ് യാദവിന് തീർച്ചയായും അവിടെ വിജയിക്കാൻ സാധിക്കും. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ BJPയുടെ മിഷനറി വർക്ക് ചെയ്യാൻ ഇവർക്ക് പറ്റുമോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം ബാക്കിയുണ്ട്. എന്തായാലും ബീഹാറിലെ നിതിൻ നവീൻ്റെ തെരഞ്ഞെടുപ്പ് കാണിച്ചു കൊടുത്ത ഒരു ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും പ്രത്യേകിച്ച് SPക്കുമുണ്ട്. ബീഹാറിൽ ഇത്ര BJPയുടെ 995 മുതലുള്ള കോട്ട പിടിച്ചടക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും UPയിലോട്ടും കടന്നു കയറാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അഖിലേഷ് യാദവ്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു മുഴം മുന്നേ പ്രഖ്യാപിച്ചുകൊണ്ട് അഖിലേഷ് യാദവ് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഇനി എന്തായിരിക്കും അഖിലേഷ് യാദവിൻ്റെ പ്രവർത്തനം എന്നുള്ളതും. ഏത് പ്രശ്നം വന്നാലും അതിനെ മറികടക്കാൻ കഴിവുള്ള പാർട്ടിയാണ് BJP. അത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും ശരി കൃത്യമായി അതിനെ വിലയിരുത്തി തിരുത്തലുകൾ വേണ്ട സമയത്ത് തിരുത്താൻ തയ്യാറാകുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരേ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും എൻ്റെ കാഴ്ചപ്പാട് പ്രകാരം അത് BJPയാണ്. കാരണം കോൺഗ്രസിനാണെങ്കിലും മറ്റൊരു പാർട്ടിക്കാണെങ്കിലും ഇത്തരത്തിൽ തെറ്റുകൾ പെട്ടെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പുറകോട്ട് പോകാൻ അവരെ കൊണ്ട് സാധിക്കാറില്ല. കാരണം പല MLAമാർക്കും മന്ത്രിമാർക്കും വഴങ്ങുന്നതാണ് പലപ്പോഴും കോൺഗ്രസ് അടക്കമുള്ള പല പാർട്ടികളുടെയും പ്രശ്നം. അപ്പം നമ്മൾ ഹരിയാന ഇലക്ഷനിലൊക്കെ കണ്ടതായിരുന്നു. ഹരിയാനയിൽ തോൽക്കുമെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അവിടുത്തെ നിലവിലെ മുഖ്യമന്ത്രിയെ മാറ്റി പകരം വേറെ മുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്നു. എന്നിട്ട് ആ ജനപിന്തുണ നേടിയെടുക്കുന്ന രീതിയിലോട്ട് BJP കളിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ എന്താണോ അപ്പോഴത്തെ ബ്രഹ്മാസ്ത്രം അത് എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത് BJPയുടെ എക്കാലത്തും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് മാറ്റാനുള്ള പ്രക്രിയ ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നിതിൻ നവീൻ്റെ ഈ മാറ്റി വീശിയ ബീഹാറിലെ കാറ്റ് UPയിലോട്ടും എത്തുമോ എന്നുള്ള കാര്യം കൃത്യമായി അവിടെ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മാറ്റങ്ങൾ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനും BJP ഭാരതീയ ജനതാ പാർട്ടി സജ്ജമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും UPയിൽ 2027 തീപാറുന്ന മത്സരം കാണാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ BJP ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും, SP ഈ പറഞ്ഞ പോലെ അയോധ്യ മാത്രമായിരിക്കും SPയുടെ ക്യാമ്പയിനിങ്ങിലുള്ളത്, മറ്റെന്തെങ്കിലും കൊണ്ടുവരുമോ, മറ്റെല്ലാം ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് ഇനി വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുക എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.